അപ്പോൾ ദേ ഇന്ന് നല്ല ചുമന്ന ചെമ്മീനാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. ചുമന്ന ചെമ്മീനുണ്ടല്ലോ നല്ല ടേസ്റ്റിയാണ്. ഞാൻ വെറും 1/4 കിലോ ചെമ്മീൻ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം ഞാനും അമ്മയും മാത്രമേ കഴിക്കാറുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ചെമ്മീൻ്റെ തോടൊക്കെ കളയാം. അപ്പോൾ ദേ ചെമ്മീൻ്റെ കവചക്കുണ്ടലങ്ങളൊക്കെ അഴിച്ച് മാറ്റിക്കഴിഞ്ഞപ്പോൾ ചെമ്മീനാകെ 1/4 കിലോ ചെമ്മീനാകെ ഇത് നോക്കിക്കേ ചട്ടിയുടെ ഒരു മൂലയ്ക്ക് കിടക്കുന്നു. അതേസമയം ചട്ടിയുടെ പകുതിയോളം കിടപ്പുണ്ട് അതിൻ്റെ തോട്. ഇതിൻ്റെ തോടിന് നല്ല വെയിറ്റ് ഉണ്ടല്ലോ. വെയിറ്റ് നോക്കുമ്പോൾ തോടും കൂടെ ചേർന്നിട്ടാണല്ലോ. അപ്പോൾ ആ തോട് മാറ്റി കഴിയുമ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ. പോട്ടെ, സാരമില്ല, അത്രയും മതി. അപ്പോൾ ഞാൻ ആ തോടൊക്കെ കളഞ്ഞതിന് ശേഷം ചെമ്മീൻ്റെ ചട്ടിയിലിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് ഉപ്പും കുടംപുളിയും വെള്ളവും ചേർത്തിട്ട് ചെമ്മീൻ വേവിക്കാൻ വെച്ചിരുന്നു. എന്നിട്ട് ആ ചെമ്മീൻ പകുതി വേവായപ്പോഴാണ് തേങ്ങയും കൊച്ചുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചത് ചേർത്തത്. പക്ഷെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം കൂടിപ്പോയി കേട്ടോ. അപ്പോൾ ഞാൻ ആ വെള്ളം പറ്റിക്കാൻ വെച്ചതാണ്. ഒരു മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്തത് നല്ല സൂപ്പർ ടേസ്റ്റി കറി ആയേനെ. പക്ഷേ ഇവിടെ മുരിങ്ങക്കായ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേ ചെമ്മീൻ്റെ ചാറ് ഞാൻ കുറച്ചധികമായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറ്റിയപ്പോൾ ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ട് ഓഫ് ചെയ്തു.